Calculus of variations. So നമ്മൾ നെക്സ്റ്റ് യൂണിറ്റായി കാൽക്കുലസ് ഓഫ് വേരിയേഷൻസിലേക്ക് പോവുകയാണ്. ഈ യൂണിറ്റിൽ നമ്മളൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് അതുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു ഫാമിലി ഓഫ് ഫങ്ഷൻസ് y കണ്ടുപിടിക്കണം. ഓക്കെ, അതിനൊരു വേണ്ടി ഒരു കണ്ടീഷൻസ് തരും. ആ y പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് തരും. ഓക്കെ, y ഓഫ് x1 y1 x2 y2 എന്ന് പറയുന്ന 2 പോയിന്റ്സിൽ കൂടെ ആ y പാസ് ചെയ്യുന്നത് തരും. കൂടാതെ ആ ഫങ്ഷൻസ്, ആ ഫാമിലി ഓഫ് ഫങ്ഷൻസ് ഒരു ഇൻ്റഗ്രലിനെ മിനിമൈസ് ചെയ്യുന്ന, ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് മിനിമം കിട്ടുന്ന രീതിയിൽ വേണം നമുക്ക് ആ സെറ്റ് ഓഫ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അഥവാ ഫാമിലി ഓഫ് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ. സോ ഇത്രയേ ഉള്ളൂ. ഈ കാൽക്കുലസ് ഓഫ് വേരിയേഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഒരു ഫാമിലി ഓഫ് ഫങ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഫംഗ്ഷൻ പാസ് ചെയ്യുന്ന, ആ ഫാമിലി ഓഫ് ഫങ്ഷൻസ് പാസ് ചെയ്യുന്ന 2 പോയിന്റ്സും നമുക്ക് തരും. കൂടാതെ ഈ ഫങ്ഷൻസ് ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മിനിമം ആകുന്ന രീതിയിൽ വേണം ഈ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ ആ മോഡൽ പ്രോബ്ലംസിനെയാണ് നമ്മൾ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഇൻ്റഗ്രൽ എങ്ങനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും, ഏത് രീതിയിലൊക്കെയാണ് ആ ഇൻ്റഗ്രൻ്റ് വരാവുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. In this unit, we are dealing with problems of a particular type. For example, okay, ഒരു particular type problems ആണ് ഞാൻ പറഞ്ഞത്. അത് ഏത് ടൈപ്പ് ആണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, അതിന് മുന്നേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇതിനെ കാൽക്കുലസ് ഓഫ് വേരിയേഷൻ എന്ന് വിളിക്കാൻ കാരണം ഇറ്റ് ഇസ് അബൌട്ട് കാൽക്കുലസ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മിനിമം ആകുന്ന രീതിയിൽ ഒരു ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഇൻ്റഗ്രൽ ഡിഫറൻസിയേഷൻസും ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും ഒക്കെ നമ്മുടെ ഈ കാൽക്കുലേഷൻസിലും കാര്യങ്ങളിലും എല്ലാം വരും. സോ ഇറ്റ് ഇസ് ആൻ ഏരിയ ഇൻ കാൽക്കുലസ്. കാൽക്കുലസിൽ വരുന്ന ഒരു ഏരിയ ആണിത്. പിന്നെ കാൽക്കുലസ് ഓഫ് വേരിയേഷൻസ് എന്ന് പറയാൻ കാരണം എന്താണ്? ഓഫ് വേരിയേഷൻസ്, ആ വേരിയേഷൻസ് എന്ന് പറയുന്ന ടേം എന്താണ് ഉപയോഗിക്കാൻ കാരണം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഈ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് അടുത്ത ക്ലാസ്സിൽ പറയും. സോ അവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെ വേരിയേഷൻ എന്ന് വിളിക്കുന്നതെന്നുള്ള ആ കാരണത്തിലേക്കൊക്കെ നമ്മൾ പോകും. അന്നേരം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാൻ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. സോ ഇറ്റ്സ് അബൌട്ട് കാൽക്കുലസ്. കാരണം ഡെറിവേറ്റീവ്സും ഇൻ്റഗ്രൽസും ഒക്കെ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. കാൽക്കുലസ് ഓഫ് വേരിയേഷൻ, വേരിയേഷൻ എന്ന് പറയാൻ കാരണം എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ആ പെർട്ടിക്കുലർ പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആ എക്സാമ്പിൾ നമുക്ക് നോക്കാം. പി ആൻഡ് ക്യൂ. സോ ജനറലി ഉള്ളതിൻ്റെ ആ പ്രോബ്ലംസിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുന്നത്. കാൽക്കുലസ് ഓഫ് വേരിയേഷനിലെ പ്രോബ്ലംസ് ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളത്. Let P and Q have coordinates x1, y1 and x2, y2. P and Q രണ്ട് points, അതിൻ്റെ coordinates x1, y1 ഉം x2, y2. And consider the family of functions y equal to y of x. ഈ ഫംഗ്ഷൻ y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, that satisfy the boundary conditions y of x1 is equal to y1 and y of x2 is equal to y2. അതായത് ഈ x1, y1, x2, y2 എന്ന് പറയുന്ന പോയിന്റ്സിൽ കൂടെ എന്ത് പാസ് ചെയ്യും? ഈ ഫംഗ്ഷൻ y equal to y of x പാസ് ചെയ്യും എന്നാണ് അതിൻ്റെ മീനിങ്. That is x1, y1 and x2, y2 are points on the family y equal to y of x. Okay. So the graph of y equal to y of x must join P and Q. So അതുകൊണ്ട് തന്നെ ഈ പിയിലും ക്യൂവും, ഈ രണ്ട് പോയിന്റ്സ് പിയും ക്യൂ എന്നാണല്ലോ വിളിച്ചത്. ഈ രണ്ട് പോയിന്റ്സിൽ കൂടെ ആ കർവ് പോകുന്നുണ്ടെങ്കിൽ അത് പിയെയും ക്യൂയെയും ഉറപ്പായിട്ടും ജോയിൻ ചെയ്യും. ഓക്കെ, സോ അതാണ് പറഞ്ഞത്. സോ ദ ഗ്രാഫ് ഓഫ് y equal to y of x must join P and Q. Our problem is to find, നമ്മുടെ പ്രോബ്ലം എന്താണ്? കാൽക്കുലസ് ഓഫ് വേരിയേഷൻ്റെ പ്രോബ്ലം എന്താണെന്നാണ് പറയുന്നത്. അവർ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ദ ഫംഗ്ഷൻ ഇൻ ദിസ് ഫാമിലി. അതായത് ഈസ് ടു ഫൈൻഡ് y ഈക്വൽ ടു y ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് മിനിമൈസസ് ആൻ ഇൻ്റഗ്രൽ ഓഫ് ദി ഫോം. അത് ഈ താഴെ പറയുന്ന ഇൻ്റഗ്രലിനെ മിനിമൈസ് ചെയ്യണം. അതായത് ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മിനിമം ആയിരിക്കണം. ഐ ഓഫ് വൈ എന്നാണ് ആ ഇൻ്റഗ്രലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഐ ഓഫ് വൈ, ഇതതിൻ്റെ നൊട്ടേഷൻ മാത്രമാണ് ഈ ഐ ഓഫ് വൈ. ഐ ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം x1 ടു x2. ഇത് പാസ് ചെയ്യുന്ന പോയിന്റ്സിന്റെ എക്സ് കോർഡിനേറ്റ്സ് ആണ് ഈ x1 ഉം x2. ഇൻ്റഗ്രൽ ഫ്രം x1 ടു x2 എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഡി എക്സ്. ഈ എഫ് എന്ന് പറയുന്ന, സ്മോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ആൻഡ് വൈ ഡാഷ്. സോ ഇങ്ങനൊരു ഫംഗ്ഷനും കൂടെ, ഈ ഫംഗ്ഷൻ ഓരോ പ്രോബ്ലത്തിനും ഈ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ആ പ്രോബ്ലംസ് തമ്മിലുള്ള വ്യത്യാസം. ഈ x1, x2 എന്ന് പറയുന്ന പോയിന്റും ഈ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഓരോ പ്രോബ്ലത്തിലും ഓരോ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് ആയിരിക്കും അസ്യൂം ചെയ്യുന്നത്. ഇത് ജനറൽ ഫോമിലാണ്, അഥവാ ജനറൽ ഫോർമാറ്റ് ആണ് ഈ പറഞ്ഞത്. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് y ഈക്വൽ ടു y ഓഫ് എക്സ് കണ്ടുപിടിക്കണം. അത് പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് നമുക്ക് തരും, x1, y1, x2, y2. അങ്ങനാണെങ്കിൽ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ, ഇൻ്റഗ്രൽ ഫ്രം x1 ടു x2 എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഡി എക്സ്, ഈ ഫംഗ്ഷനും തരും എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ്. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മിനിമം ആകുന്ന രീതിയിൽ നമുക്ക് ആ ഫാമിലി ഓഫ് ഫംഗ്ഷൻ y കണ്ടുപിടിക്കണം.
അതാണ് നമ്മുടെ മുന്നിലുള്ള പ്രോബ്ലം. ഓക്കെ. സോ ഈ ഇന്റഗ്രൽസ് ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ കാൽക്കുലസിന്റെ പാർട്ടാന്ന് പറയുന്നത്. ഇൻ പെർട്ടിക്കുലർ നമുക്കിനി ഈ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ചില ഫംഗ്ഷൻസ് എടുക്കുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒരു മീനിങ് പ്രോബ്ലമായി മാറും. നമുക്ക് അത് നമുക്ക് നോക്കാം. ഇൻ പെർട്ടിക്കുലർ ഇഫ് എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. സോ നിങ്ങൾക്കറിയാം, അവിടെ നിൽക്കട്ടെ. സോ ഇത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷിൻ്റെ അവിടെ 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും ഇതിനകത്തില്ല. വൈ ഡാഷിന്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ട് അങ്ങനെയും വരാം. എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ഇല്ല, ഒരു വേരിയബിളിന്റെ മാത്രം ഫംഗ്ഷൻ ആയിട്ടോ 3 വേരിയബിൾസും വരാൻ വേണമെങ്കിൽ അങ്ങനെ. സോ റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ ഓഫ് വൈ എന്താവും? ഐ ഓഫ് വൈ ഇസ് ഇന്റഗ്രൽ ഫ്രം x1 ടു x2 റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഡി എക്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ലെങ്ത് ഓഫ് ദി കർവ് y ഈക്വൽ ടു വൈ ഓഫ് എക്സ് ഫ്രം x1 ടു x2. നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് വൈ ഈക്വൽ ടു വൈ ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന്റെ ആർക്ക് ലെങ്ത് ഫ്രം x1 ടു x2 കണ്ടുപിടിക്കണം. x1 ടു x2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് x1 മുതൽ x2 വരെയുള്ള ആർക്ക് ലെങ്ത് y ഈക്വൽ ടു വൈ ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ആർക്ക് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? റൂട്ട് ഓഫ് 1 ഇന്റഗ്രൽ ഫ്രം x1 ടു x2 റൂട്ട് ഓഫ് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് ആണല്ലോ. നമ്മൾ ആർക്ക് ലെങ്തിന്റെ ഫോമുലയാണ് ഈ ഐ ഓഫ് ഐ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ആർക്ക് ലെങ്തിന്റെ ഫോമുലയാണ്. ആർക്ക് ലെങ്ത് ഓഫ് ദി കർവ് എന്താണ്? y ഈക്വൽ ടു വൈ ഓഫ് എക്സ് ഫ്രം x1 ടു x2. സോ എന്താ ഈ പ്രോബ്ലത്തിന്റെ മീനിങ് എന്താണ്? സോ ഇൻ ദിസ് കേസ് ദ പ്രോബ്ലം ഈസ് ടു ഫൈൻഡ് ദ കർവ് y ഈക്വൽ ടു വൈ ഓഫ് എക്സ് സോ ദാറ്റ് ഇറ്റ്സ് ലെങ്ത് ഇസ് മിനിമം ഫ്രം x1 ടു x2. നമുക്കൊരു ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് y ഈക്വൽ ടു വൈ ഓഫ് എക്സ് കണ്ടുപിടിക്കണം സച്ച് ദാറ്റ് എന്താണ് ആർക്ക് ലെങ്ത് ഫ്രം x1 ടു x2 x1 x2 വരെയുള്ള ഈ കർവിന്റെ ആർക്ക് ലെങ്ത് ഏറ്റവും മിനിമം ആകുന്ന രീതിയിൽ ഉള്ള കർവ് ഏതാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ പ്രോബ്ലം. സോ അത് കണ്ടില്ലേ, നല്ല മീനിങ് ഫുൾ ഒരു പ്രോബ്ലമായി മാറും. ഓക്കെ. സോ അതാണ് ഈ മോഡൽ പ്രോബ്ലംസിന്റെ ഇമ്പോർട്ടൻസ്. ഇത് ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഇത് എങ്ങനെ സോൾവ് ചെയ്യും, ഇത് ഏത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ നമുക്ക് സോൾവ് ചെയ്യാൻ ഒരു എന്താ പറയുക യുണീക് മെത്തേഡ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ്. ഇനി അടുത്തൊരു കേസ് നോക്കുകയാണ്. ഇഫ് എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് ഈസ് 2π y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. സോ ഇത് വൈയുടെയും വൈ ഡാഷിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് വരുന്നു. ദെൻ ഐ ഓഫ് വൈ എന്താവും? ഇന്റഗ്രൽ ഫ്രോം x1 ടു x2 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2π y റൂട്ട് ഓഫ് 1 പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഡി എക്സ്. ഇനി നമുക്കറിയാം, നിങ്ങളിത് ഡിഗ്രിക്ക് പഠിക്കുന്നതാണ്, ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് നമ്മൾ y ഈക്വൽ ടു വൈ ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിനെ x1 മുതൽ x2 വരെ x1 ടു x2 ഈ കർവിനെ x1 ടു x2 എന്ന് പറയുന്ന പോർഷൻ മാത്രം, ഈ കർവിന്റെ x1 മുതൽ x2 വരെയുള്ള ഈ കർവിന്റെ പോർഷൻ എടുത്തിട്ട് നമ്മൾ എബൌട്ട് ദ എക്സ് ആക്സിസ് റിവോൾവ് ചെയ്ത, അതായത് ആക്സിസ് എക്സ് ആക്സിസ് ആയിക്കൊണ്ട് ഈ പോർഷനെ റിവോൾവ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു സർഫസ് കിട്ടും. ആ സർഫസിന്റെ ഏരിയ ഓഫ് ദ സർഫസ് ഓഫ് റെവല്യൂഷൻ നമ്മൾ ആ കർവിനെ x1 ടു x2 വരെയുള്ള y ഈക്വൽ ടു വൈ ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന്റെ x1 ടു x2 വരെയുള്ള പോർഷൻ എടുത്തിട്ട് നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ കർവിനെ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സർഫസ് കിട്ടും. ആ സർഫസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോമുലയാണിത്. സോ അതാണ് പറയുന്നത് ഐ ഓഫ് വൈ ഇസ് ദ ഏരിയ ഓഫ് ദി സർഫസ് ഓഫ് റെവല്യൂഷൻ ഒബ്റ്റെയിൻഡ് ബൈ റിവോൾവിംഗ് ദ കർവ് y ഈക്വൽ ടു വൈ ഓഫ് എക്സ് ഫ്രം x1 ടു x2 എബൌട്ട് ദ എക്സ് ആക്സിസ്. എബൌട്ട് ദ എക്സ് ആക്സിസ് ആകുമ്പോഴാണ് ഈ ഫോമുല. എബൌട്ട് ദ വൈ ആക്സിസ് ആണെങ്കിൽ ഫോമുല വ്യത്യാസമാണ്. ഓക്കെ. സോ ഇൻ ദിസ് കേസ് ദ പ്രോബ്ലം എന്താ? ഈ ഇന്റഗ്രൽ എന്ന് പറയുന്ന ഏരിയ ഓഫ് ദ സർഫസ് ഓഫ് റെവല്യൂഷൻ ആയി. സോ നമ്മുടെ പ്രോബ്ലം എന്തായി? സർഫസ് ഓഫ് റെവല്യൂഷൻ മിനിമം ആകുന്ന രീതിയിൽ നമുക്ക് ഫാമിലി ഓഫ് ഫംഗ്ഷൻസ് y ഈക്വൽ ടു വൈ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. കണ്ടില്ലേ, നല്ല മീനിങ് ഫുൾ ഒരു പ്രോബ്ലം ആയത്. So in this case the problem is to find the curve y equal to y of x so that its area of the surface of revolution is minimum. Okay. സോ നമ്മൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് കണ്ടു. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചില അസംഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ ഇന്റഗ്രലിനെ മിനിമൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചില അസംഷൻസിന്റെ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് അസംഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അസംഷൻസ് വൈൽ ഫോമുലേറ്റിംഗ് ദ ബേസിക് പ്രോബ്ലം ഓഫ് മിനിമൈസിംഗ് ദി ഇന്റഗ്രൽ. ഈ മോഡൽ പ്രോബ്ലം നമുക്ക് ഫോമുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് അസംഷൻസ് വേണം. ഒന്നാമത്തെ അസംഷൻ, assume that the function f of xy y dash has continuous partial derivatives of the second order with respect to xy y dash. ഈ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം. എന്താണ്? ഓഫ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യണം, പിന്നെ സെക്കൻഡ് ഓർഡറും എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ. സോ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ഡാഷ് ഈ 3 വേരിയബിൾസിന്റെയും എന്താണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, അത് കണ്ടിന്യൂസും ആയിരിക്കണം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ അസ്യൂം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഓയിലേഴ്സ് ഇക്വേഷൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മോഡൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.
ആ ഓയിലേഴ്സ് ഇക്വേഷൻ ഇതേപോലെ ഈ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സും വൈയും വൈ ഡാഷും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ഈ ഒരു അസംഷൻ നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് അസംഷൻ നോക്കാം. ദി ഇന്റഗ്രൽ ടു ബി മിനിമൈസ്ഡ് ഈസ് എ വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ. നമുക്കറിയാം വെനെവർ ദി ഇന്റഗ്രൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. നമ്മുടെ ഇന്റഗ്രൻറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സും വൈയും വൈ ഡാഷും ആണ്. സോ നമ്മൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ട് മാത്രം നമ്മൾ നോക്കിയാൽ അത് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇന്റഗ്രൻറ്റ് മീൻസ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ വൈ ഡാഷ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ ദി ഇന്റഗ്രൽ ടു ബി മിനിമൈസ്ഡ് ഈസ് എ വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ. ആ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണം. നമുക്കറിയാം ആ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഫ്രം x1 ടു x2 ആണ്. സോ അതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. ഒരു ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ എപ്പോഴും എന്താണ്, ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. സോ അതൊരു റിയൽ നമ്പർ ആയിരിക്കണം, ഒരു വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആയിരിക്കണം നമുക്ക് ആ മിനിമൈസ് ചെയ്യേണ്ട ഇന്റഗ്രലിന്റെ വാല്യൂ. ആൻഡ് ഫോർ ദിസ് അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആവണം, ആ ഇന്റഗ്രലിന്റെ വാല്യൂ ഒരു വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അസംഷൻ നമ്മൾ കൊടുക്കണം. ആ അസംഷൻ ആണ് ഈ പറയുന്നത്. ആൻഡ് ഫോർ ദിസ് ഇറ്റ് സഫിസസ് ടു അസ്യൂം ദാറ്റ് വൈ ഡാഷ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. നമ്മൾ വൈ ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്നൊരു അസംഷൻ കൊടുത്താൽ ആ ഇന്റഗ്രലിന്റെ വാല്യൂ ഒരു വെൽ ഡിഫൈൻഡ് റിയൽ നമ്പർ ആവും. സോ അതിന് വേണ്ടിയിട്ട് വൈ ഡാഷ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്നൊരു അസംഷൻ കൂടി നമ്മളവിടെ കൊടുക്കും. ഓക്കെ, ഇതെങ്ങനെ ഇനി നമുക്ക് സോൾവ് ചെയ്യാം, കാൽക്കുലസ് ഓഫ് വേരിയേഷനിലെ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിയാൽ എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.